CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലുണ്ടല്ലോ പി ദിവ്യയ്ക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം. അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം എന്ന് കുറ്റപ്പെടുത്തൽ. അതേസമയം പുതിയ ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ സെക്രട്ടറിയെയും ഇന്ന് തെരഞ്ഞെടുക്കും. വിശദാംശങ്ങളുമായി ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. ഇനി ഈ അവസാന ഘട്ടത്തിൽ ഒരു വലിയ വിമർശനമൊക്കെ ഉയർത്തിയിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. എങ്കിലും ഒടുവിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു പി ദിവ്യയോട് അവനവൻ ചെയ്തതിന്റെ ഫലം അവനവൻ അനുഭവിക്കും എന്ന്. വിശദാംശങ്ങൾ എന്താണ് ഫെലിക്സ്? മൂർത്തി, നേരത്തെ കോഴിക്കോട് നടന്ന CPM ജില്ലാ സമ്മേളനത്തിലും പി ദിവ്യക്കെതിരെ മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ വിമർശനം നടത്തിയിരുന്നു. സമാനമായ രീതിയിലാണ് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ഇന്നലെ നടന്ന പൊതുചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലും പി ദിവ്യക്കെതിരെ മുഖ്യമന്ത്രി വിമർശനം നടത്തിയത്. അതായത് ഈ പി ദിവ്യക്കെതിരെ നടപടി, അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ അനുഭവിച്ചിടും എന്നതാണ്. പക്ഷെ അതിനുശേഷം സംസാരിച്ച മുഖ്യമന്ത്രി പി ദിവ്യ പൂർണ്ണമായും തള്ളുന്നില്ല. അതായത് പി ദിവ്യക്ക് തിരികെ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ പാർട്ടി സ്ഥാനങ്ങളിലേക്ക് തിരികെ വരാനും കഴിയും, ആ സഖാവിന് തിരികെ വരാനും കഴിയുമെന്നതാണ് മുഖ്യമന്ത്രി പിന്നീട് പറയുകയും ചെയ്തത്. ഈ ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി ചർച്ചയിലടക്കം പി ദിവ്യ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതിനിധികൾ അഭിപ്രായം പറഞ്ഞിരുന്നു. അതായത് പി ദിവ്യയുടെ ഭാഗത്തു നിന്നുമുണ്ടായത് ന്യായീകരിക്കാനാവാത്ത നടപടി എന്നതായിരുന്നു പ്രവർത്തന റിപ്പോർട്ടിലടക്കം ചൂണ്ടിക്കാട്ടിയത്. ചില പ്രതിനിധികളും പി ദിവ്യയുടെ നടപടി അത് പാർട്ടിക്ക് ഉണ്ടാക്കിയ പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാക്കിയ അവമതിപ്പ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്നാൽ പി ദിവ്യയെ പിന്തുണച്ചും അനുകൂലിച്ചും, അതായത് ആ നടപടി അത്ര വേഗത്തിലായി പോയി, മാത്രമല്ല ജയിലിൽ ഇരിക്കുന്ന സമയത്താണ് പി ദിവ്യക്കെതിരെ നടപടി ഉണ്ടായത്, മാധ്യമ വാർത്തകൾക്കനുസരിച്ച് നടപടി എടുത്തു തുടങ്ങിയ പി ദിവ്യ അനുകൂലിച്ചുകൊണ്ട് നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ടും പ്രതിനിധികൾ അഭിപ്രായം പറയുകയും ചെയ്തു. ഇതിനൊക്കെ മറുപടിയായാണ് മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. അതിൽ പൂർണ്ണമായും പി ദിവ്യ തള്ളുന്നില്ല. അതേസമയം പി ദിവ്യ ചെയ്ത കാര്യത്തിന്റെ ഫലം അവർ തന്നെ അനുഭവിക്കും എന്നതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പല വിഷയങ്ങൾ ഉയർന്നു വന്നെങ്കിലും ഏറ്റവും കൂടുതൽ വിമർശനം പി ദിവ്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി MP ജയരാജൻ അടക്കം പി ദിവ്യ ആ പ്രസംഗത്തിലെ പി ദിവ്യയുടെ അവസാന വാക്ക് അത് തെറ്റായിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഏതായാലും കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്ന് അവസാനിക്കും. പുതിയ ജില്ലാ കമ്മിറ്റിയും പുതിയ ജില്ലാ സെക്രട്ടറിയും നിലവിൽ വരും. നിലവിലെ സാഹചര്യത്തിൽ MP ജയരാജൻ തന്നെ ജില്ലാ സെക്രട്ടറിയെ തുടരാനാണ് സാധ്യത.